ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സൂറത്തുൻ നാസിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫലഖ് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ. സൂറത്തുൽ ഫലഖിൽ നമ്മൾ പറഞ്ഞിരുന്നു സൂറത്തുൽ ഫലഖും സൂറത്തും നാസും എന്താണ് മുഅവ്വിദത്താനി ആയിട്ടുള്ള. മുഅവ്വിദത്താനി എന്ന് പറഞ്ഞാൽ രണ്ട് രക്ഷ നൽകുന്ന, രക്ഷ ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച രണ്ട് സൂറകളാണ് എന്ത്, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അപ്പം സൂറത്തുൽ ഫലഖില് നമ്മൾ രക്ഷ ചോദിക്കേണ്ടത് ഭൗതികമായിട്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നാണ്. നമ്മൾ സൂറത്തുൽ ഫലഖിലൂടെ രക്ഷ ചോദിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് മാനസികമായുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുന്ന സൂറ, അതാണ് സൂറത്തുൻ നാസ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമുക്ക് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാ. നമ്മൾ സൂറ പാരായണം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം, അർത്ഥങ്ങൾ നോക്കാം. ഓക്കെ, കുറേ അർത്ഥങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. നമ്മൾ നേരത്തെ രണ്ട് സൂറ പഠിച്ചല്ലോ. ഇതിലൂടെ നമ്മൾ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖുൽ എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്കറിയാം. ഖുൽ പറയുക, ഖുൽ പറയുക. അഊദു ഞാൻ ശരണം തേടുന്നു, അല്ലെങ്കിൽ ഞാൻ രക്ഷ ചോദിക്കുന്നു. ആരോട്? ബിറബ്ബിന്നാസ് മനുഷ്യരുടെ രക്ഷിതാവിനോട്, മനുഷ്യരുടെ റബ്ബിനോട്. മലിക്കിന്നാസ് മനുഷ്യരുടെ രാജാവിനോട്. മലിക്ക് രാജാവ്, അന്നാസ് മനുഷ്യർ, മനുഷ്യരുടെ രാജാവിനോട്. ഇലാഹിന്നാസ് മനുഷ്യരുടെ ആരാധ്യനോട്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇലാഹിനോട്. ഇലാഹ് ആരാധ്യൻ, അന്നാസ് മനുഷ്യൻ, മനുഷ്യരുടെ ആരാധ്യനോട്. മിൻ ശർറ് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിൻ ഇൽ നിന്ന്. ഷർറ് ഷർറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, തിന്മ, തിന്മയിൽ നിന്ന്. മിൻ ശർറിൽ വസ്വാസി, വസ്വാസി എന്ന് പറഞ്ഞാൽ ദുർമന്ത്രത്തിന്റെ ഷർറിൽ നിന്നും. വസ്വാസിൽ ഖന്നാസ് പിന്മാറിക്കളയുന്ന, ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്നതിൻ്റെ തിന്മകളിൽ നിന്നും, ഷർറിൽ നിന്നും. ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതികളിൽ നിന്നും. അല്ലദീ യുവസ്വിസു അവരെന്ത്, അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ തൊട്ട് പിറകിലുള്ള ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കാണ് എന്ത്, അല്ലദീ. ഓക്കെ, ഇസ്മു മൗസൂല എന്ന് പറയും, കണക്ട് ചെയ്യാനുള്ളത്. അല്ലദീ യുവസ്വിസു ദുർമന്ത്രം നടത്തുന്നവൻ. ഫീ സുദൂരിന്നാസ് സദർ ഹൃദയം, സുദൂർ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ. സുദൂരിന്നാസ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ.
മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ ഈ ഒരു വസ്വാസ് നടത്തുന്ന ഗ്രൂപ്പ് അതിൽപ്പെട്ടതാണ്. മനുഷ്യരിലുണ്ട്. മിനൽ ജിന്നത്തി എന്ന് പറഞ്ഞാൽ മിൻ അൽ ജിന്നത്തി, മനുഷ്യരിൽ, ജിന്നുകളിൽപ്പെട്ട, വന്നാസ് മനുഷ്യരിലും പെട്ട. അപ്പോൾ ഈ വസ്വാസ് ചെയ്യുന്ന ആള്, ദുർബോധനം നടത്തുന്ന ആളുകള് ജിന്ന് വർഗത്തിൽപ്പെട്ട ആളും മനുഷ്യവർഗത്തിൽപ്പെട്ട ആളും ഉണ്ട്. അതാണ് മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ അങ്ങനെ ഓക്കെ. വിശുദ്ധ ഖുർആനിലെ 114 സൂറയാണ് എന്ത്? സൂറത്തുന്നാസ്. സൂറത്തുന്നാസ് മക്കി സൂറയാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ. അപ്പൊ 6 വചനങ്ങളാണുള്ളത്. ഇപ്പൊ നമ്മൾ പാരായണം ചെയ്തല്ലോ, 6 വചനങ്ങളാണ് ഈ ഒരു സൂറക്കുള്ളത്. ഓക്കെ, നമുക്ക് അതിന്റെ തഫ്സീർ നോക്കാം. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ എന്ന് പറഞ്ഞാൽ പറയുക. ഒരു എന്താണ്, ഫേല് അമ്ര എന്ന് പറയും, ഒരു കൽപ്പനയാണത്. ഖുൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അല്ലേ? പിന്നെ നേരത്തെ സൂറകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖുൽ പറയുക, പറയൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത് ഖുൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ആർക്ക് വേണ്ടിയാണ്? ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇറക്കിയത്. അപ്പം നമ്മളെല്ലാവരും പറയണത് എന്താണ് പറയേണ്ടത്? അഊദു. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം തേടുന്നു. അഊദു, ഞാൻ അഭയം തേടുന്നു. നേരത്തെ പഠിച്ചതാണ്. ഈ ഹംസ അല്ലേ, ആ എന്നുള്ളത്, ഈ അലിഫ് എന്നുള്ളത് ഹംസയ്ക്ക് ഇരിക്കാനുള്ള സീറ്റാണ്. അതിലുള്ള ലെറ്റർ എന്ന് പറഞ്ഞത് ഹംസയാണ്. ഹംസയാണ് അതിൻ്റെ ലെറ്റർ. എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള ഒരു ഹംസ, അതാണ് ഞാൻ എന്നുള്ള, ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണല്ലോ. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ്. അപ്പം അതിൽ ഞാൻ എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കുന്നത് ഹംസയാണ്. അഊദു. ഇവിടെ ഞാനാണെങ്കിൽ ഞങ്ങൾ നവുമായിരുന്നു. നഊദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭയം ചോദിക്കുന്നു. നഊദു. ഓക്കെ. അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു. ബിറബ്ബിന്നാസ്. ബിറബ്ബിന്നാസ്, ആരോടാണ് അഭയം ചോദിക്കുന്നത്? മനുഷ്യരുടെ റബ്ബിനോട്. മനുഷ്യരുടെ റബ്ബിനോട്. ബിറബ്ബി, മനുഷ്യരുടെ രക്ഷിതാവിനോട്, അല്ലെങ്കിൽ മനുഷ്യരുടെ റബ്ബിനോട്. അപ്പൊ ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു അല്ലേ? റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്ന, ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. അപ്പൊ 3 പ്രവൃത്തിയും ചെയ്യുന്ന ഒരു ശക്തിക്കാണ് എന്ത് പറയുന്നത്? റബ്ബ് എന്ന് പറയുന്നത്. ഖാലിഖ്, മാലിക്, മുദബ്ബിർ. ഓക്കെ. അപ്പോൾ ഈ ഖാലിഖ് എന്നുള്ള ഒരു സിഫ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു നാമമാണെന്ത്? അള്ളാഹു ഖാലിഖാണ് അല്ലേ? അൽ ഖാലിഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. അപ്പം ബിറബ്ബിന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സൃഷ്ടാവും കൂടിയാണ്. ഈ റബ്ബ് എന്നുള്ളതിൽ എന്തും വരുന്നുണ്ട്? ഖാലിഖ് എന്നുള്ള ഒരു പ്രവൃത്തി വരുന്നുണ്ട്. സൃഷ്ടിപ്പ് എന്നുള്ള ഒരു പ്രവൃത്തി അതിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളുടെ അല്ലെ സൃഷ്ടികർത്താവ്, അല്ലെങ്കിൽ നമ്മളുടെ ഖാലിഖ് ആരാണ്? റബ്ബാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സൂറത്തു സജദയിൽ അള്ളാഹു താല പറയുന്നുണ്ട് അല്ലേ? എന്താ പറഞ്ഞത്? സൂറത്തുൽ സജദയില് അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ, എല്ലാ വസ്തുക്കളെയും നല്ല രീതിയിൽ ഏറ്റവും അഹ്സനായി സൃഷ്ടിച്ചുണ്ടാക്കിയ അത് ആരാണ്? അള്ളാഹുവാൻ. വബദ എന്ന് പറഞ്ഞാൽ അവൻ ആരംഭിച്ചു. ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്തിൽ നിന്ന്? മീൻ ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ നിന്ന്. അപ്പൊ ഈ ഇതിനെ ഖണ്ഡിക്കാനുള്ള ഒരു അഭിപ്രായം ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നല്ല, അതും ഇതും വിവരക്കേടൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവും. പക്ഷേ തെളിവുകൾ സഹിതം ഇത് ശരിയല്ല എന്നുള്ളത് പറയാൻ ഇതുവരെ ആർക്കും സാധ്യമായിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല
ഫസ്റ്റ് സൃഷ്ടിച്ചത്. ബദ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ്, സൃഷ്ടിപ്പ്. അതിൻ്റെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് പറഞ്ഞു, അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് പറയുന്നുണ്ട് സുമ്മ ജഅല നസ്ലഹു, സുമ്മ ജഅല പിന്നെ അവനാക്കി, നസ്ലഹു അവൻ്റെ സന്തതിയെ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സൃഷ്ടിച്ചതിൻ്റെ സന്തതിയെ, മീൻ സുലാലത്തി മിമ്മാ, മീൻ സുലാലത്തി എന്ന് പറഞ്ഞാൽ ഒരു സത്തിൽ നിന്നും, മിമ്മാ വെള്ളത്തിൽ നിന്നുള്ള, മഹീൻ നിസ്സാരമായ എന്ന് പറഞ്ഞാൽ ശുക്ലത്തിൽ നിന്ന് അല്ലേ, വെള്ളത്തിൽ നിന്ന് ബാക്കിയുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ആദ്യം സൃഷ്ടിച്ചത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെന്നും അതിൻ്റെ സന്തതികളെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണെന്ന് ക്ലിയർ ആയിട്ട് അല്ലേ, ഒരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. അപ്പം സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നുള്ളതിന് യാതൊരു ഒരു സംശയവും ആർക്കും. ഒരു എന്തെങ്കിലും ഒരു എതിരഭിപ്രായം പറയുകയാണെങ്കിൽ അത് എന്ത് വേണം, അതിനൊരു തെളിവ് വേണ്ടി വരും അല്ലേ. ആർക്കും അങ്ങനെ ഒരു തെളിവ് ഇതുവരെ കൊണ്ടുവരാനും സാധിച്ചിട്ടില്ല, ആരും അത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഖാലിഖ് റബ്ബാണ്. അപ്പം റബ്ബിന്നാസിൻ്റെ ഒരു ഭാഗം. പിന്നെ അതേപോലെ തന്നെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബോഡിയെ സൃഷ്ടിച്ചതിനെ പറ്റിയാണ് ഈ മണ്ണിൽ നിന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ ശരീരത്തിനെ സൃഷ്ടിച്ചതിനെ പറ്റിയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യന് ബോഡി മാത്രമല്ലല്ലോ അല്ലേ, നമ്മൾ മനുഷ്യനിൽ പിന്നെ എന്തുണ്ട്, റൂഹുണ്ട്, ബോഡിയുണ്ട്, റൂഹുണ്ട്. അപ്പോൾ റൂഹിനെ പറ്റി പിന്നെ ആർക്കും ഒന്നും അറിയില്ല. റൂഹിനെ പറ്റി ബോഡിയെ പറ്റി ആൾക്കാർ നമ്മൾ കാണുന്ന തന്നെ ഉണ്ട് അല്ലേ, കാണുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് നമുക്ക് സൃഷ്ടിച്ചതെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. കാരണം നമ്മളെ ബോഡി മണ്ണിലേക്ക് ലയിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ പിന്നെ അതിൻ്റെ റൂഹ് സൃഷ്ടിച്ചത് ആരാണെന്ന് അല്ലെങ്കിൽ എന്തിൽ നിന്നാണെന്ന് നമുക്കറിയില്ല. പക്ഷെ റൂഹ് ഉണ്ടെന്ന് അള്ളാഹു താല എവിടെ പറയുന്നുണ്ട്, സൂറത്തു ഷംസ് പറയുന്നുണ്ട്, കുറേ സ്ഥലത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അല്ലേ, എല്ലാ മനുഷ്യരെയും ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് അല്ലേ, സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ ആറാഫിൽ 172 ആയതിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്, എല്ലാ മനുഷ്യരുടെയും റൂഹിനെ അള്ളാഹു ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അള്ളാഹു, അലസ്തു ബി റബ്ബിക്കും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂറത്തുൽ ആറാഫിൽ 172 ആയല് അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബെന്ന് അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും പെട്ടിട്ടുണ്ട് അതിൽ, ആ ഒരു ഗ്രൂപ്പിൽ. ഓക്കെ, അതിന് നമ്മൾ മറുപടി ഇനി പറയേണ്ടിയും വരും. ആ ഒരു ഷഹാദത്ത് നമ്മളവിടെ അന്ന് ചെയ്തതാണ്. നമ്മൾ ഏറ്റു പറഞ്ഞാണ്, നമ്മളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് നമ്മളവിടെ ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് റൂഹിനെ പറ്റി പറയുന്നത് സൂറത്തുൽ ഷംസിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഷംസിൽ എന്താ പറയുന്നത്, വനഫ്സിം വമാ സവ്വാഹ. വനഫ്സി എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളെ പറ്റി സത്യം ചെയ്തിട്ടാണ് ആ സൂറ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നതാണ് വനഫ്സിം വമാ സവ്വാഹ, നഫ്സ് തന്നെയാണ് സത്യം, അതിനെ ശരിപ്പെടുത്തിയതും എന്ന് പറഞ്ഞാൽ അതിനെ സൃഷ്ടിച്ച് ശരിയാക്കിയതും ആണ് സത്യം ചെയ്ത് പറയാണ്. ഫഹൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. ഫഹൽഹമഹ എന്ന് പറഞ്ഞാൽ നാം അതിൽ നിക്ഷേപിച്ചു ഫുജൂറഹ അതിൻ്റെ തിന്മകൾ, വ തഖ്വാഹ അതിൻ്റെ നന്മകളും. അപ്പം റൂഹിനെ സൃഷ്ടിച്ചിട്ട് അതിന് തിന്മയും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നന്മയും തിന്മയും ചെയ്യാനുള്ളൊരു വാസന നമ്മളെ എല്ലാവരെയും പിന്നെ റൂഹിലുള്ള സൃഷ്ടിപ്പിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ റൂഹിനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഉള്ള ഒരു കഴിവാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ നന്മ ചെയ്യാനുള്ള തന്നെയുമല്ല, നമുക്ക് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ, നന്മയാണ് നമുക്ക് മനസ്സിലാവും. ആരും പറഞ്ഞു തരണ്ട, ഒരു നന്മ ചെയ്താൽ അതൊരു നന്മയാണെന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. നമുക്ക്
അതിനൊരു ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഒരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു വിഷമം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ റബ്ബ് ആര് തന്നെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. തെളിവ് സഹിതം നമുക്കത് പറയാൻ പറ്റും. ആർക്കും ഒന്നും അറിവില്ല. റൂഹിന്റെ കാര്യം, അല്ലാഹു തആലയുടെ കാര്യം, അത് അല്ലാഹു ആർക്കും പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞെന്നല്ലാതെ അതിനെപ്പറ്റി അതെന്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ റബ്ബ് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. പിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം മണ്ണിൽ നിന്ന് ആദം അലൈഹി സ്വലാമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. കൂടാതെ തന്നെ നമ്മളെ വെള്ളത്തിൽ നിന്നാണ്, വെള്ളത്തിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മളുടെ നിലനിൽപ്പ് എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? മണ്ണിനെ ആശ്രയിച്ചായിരിക്കുന്നത് അല്ലേ? നമുക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ കന്നുകാലികളിലൂടെയും അതേപോലെ തന്നെ വൃക്ഷങ്ങളിലൂടെയും ചെടികളിലൂടെയൊക്കെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുന്നത്. അത് എവിടുന്നാണ് കിട്ടുന്നത്? അത് മണ്ണിൽ നിന്നല്ലേ കിട്ടുന്നത് അല്ലേ? ആ ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ? നമ്മളുടെ എക്സിസ്റ്റൻസ് ഇല്ല, നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഭക്ഷണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണാണ് നമ്മളെ ബേസ്, അടിസ്ഥാന മണ്ണാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചത് ആരുമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്. ഒരു സംശയവും ഇല്ലാണ്ട് എല്ലാവരും മനസ്സിലാക്കുക, ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനോട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ രക്ഷ ചോദിക്കുന്നു. ആരോടാ രക്ഷ ചോദിക്കുന്നത്? ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു, ഞാൻ ശരണം ചോദിക്കുന്നു. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണെന്ന് മനസ്സിലാക്കി എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഇനി അടുത്ത എന്താ പറയുന്നത്? മലിക്കിന്നാസ്. മലിക്ക് എന്ന് പറഞ്ഞാൽ രാജാവ്. മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവ് അല്ലെ? മനുഷ്യരുടെ രാജാവ് ആരാണ്? നമുക്ക് ഭൂമിയിൽ ചിലപ്പോൾ രാജാക്കന്മാരൊക്കെ ഉണ്ടാവും അല്ലേ? അവരുടെ രാജാധികാരത്തിന്റെ അവസ്ഥ എന്താണ്? അവര് ഒരു നിശ്ചിത ഏരിയയിലേ അവർക്ക് അധികാരം ഉണ്ടാവുള്ളൂ. ഇനി കൂടുതൽ ഏരിയയിൽ ഉണ്ട് നിൽക്കുക, അവർക്ക് ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ സ്ഥലവും കാണാൻ പറ്റില്ല, എല്ലാ ആൾക്കാരെയും മീറ്റ് ചെയ്യാൻ പറ്റൂല അല്ലെ? എല്ലാ ആൾക്കാരുടെയും സ്ഥിതിഗതികൾ അവർക്ക് അറിയാൻ പറ്റൂല. പിന്നെ തന്നെയുമല്ല, അതൊരു നിശ്ചിത കാലത്തേക്കായിരിക്കും അല്ലേ? രാജാവ് മരിച്ചു പോവുക, അല്ലെങ്കിൽ രാജഭരണം വേറെ ആരിലേക്കെങ്കിലും മാറപ്പെടുക, അതൊക്കെ ചെയ്യാം. പക്ഷെ അത്യാന്തികമായിട്ട് തുടക്കത്തിലും അവസാനത്തിലും എല്ലാ കാലത്തും നമ്മളുടെ മരിക്കാരാണ്? മലിക്കിന്നാസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മലിക്കിന്നാസ്. മലിക്കുന്ന പറഞ്ഞാൽ രാജാവ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ. ഉടമസ്ഥൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഉടമസ്ഥൻ അല്ലേ? നമ്മളെ സൃഷ്ടിച്ചത് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ നമുക്ക് നിലനിൽക്കാനുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിൽ ഒരുക്കിയത് ആരാണ് അല്ലേ? ഭൂമിയിൽ ഭക്ഷണവും വെള്ളം വായു ഇതൊക്കെ നമ്മൾ സൃഷ്ടിച്ചതല്ലോ അല്ലേ? ആരും സൃഷ്ടിക്കാതെ ഒന്നും ഉണ്ടാവില്ല. ഒരു സൃഷ്ടിപ്പ് നടന്നാലേ ഉള്ളൂ എന്ത് ചെയ്യുക? ഒരു വസ്തു ഉണ്ടാകുക. അപ്പൊ എല്ലാ വസ്തുക്കളെയും ആർക്കും ഒന്നും സൃഷ്ടിക്കാൻ കഴിയില്ല. എല്ലാം സൃഷ്ടിച്ചതാരാണ്? എല്ലാത്തിന്റെയും മരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അവയവങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മളുടെ അവയവങ്ങള് അല്ലേ? നമ്മളുടെ അവയവം നമുക്ക് എന്താണ്? നമ്മുടെ കൈ ചലിക്കണമെങ്കിൽ, നമ്മുടെ കാല് ചലിക്കണമെങ്കിൽ എല്ലാം എന്ത് വേണം? അല്ലാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? നമ്മളെ കണ്ണ് കാണണമെങ്കിൽ, ചെവി കേൾക്കണമെങ്കിൽ, അതിനെല്ലാം അല്ലേ? ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒരാളുടെ നമ്മളെ ഇഷ്ടപ്രകാരമാണ് നമ്മളുടെ ചെവിയും കണ്ണും ഒക്കെ പ്രവർത്തിക്കുന്നതെങ്കിൽ ആർക്കും ചെവി കേൾക്കായി ഉണ്ടാവൂല അല്ലേ? അല്ലെങ്കിൽ ആർക്കും കണ്ണ് കാണാത്ത അവസ്ഥ ഉണ്ടാവൂല, കണ്ണിന് രോഗം ഉണ്ടാവൂല അല്ലേ? ഒന്നും നമ്മൾക്ക് രോഗം ഉണ്ടാവൂല അല്ലേ? നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ടല്ലേ? നമ്മൾ മരിച്ചു പോകുന്നുണ്ട്. ഒന്നും നമ്മളെ നിയന്ത്രണത്തില്ല. നമ്മൾക്ക് അങ്ങാനും അതിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങളൊന്നും നമുക്ക് സംഭവിക്കൂല. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പം എല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ് എല്ലാം. അതാണ് മലിക്കിന്നാസ്. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്തത് ഇലാഹിന്നാസ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ഈ നേരത്തെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ.
റബ്ബിന്നാസ്, മലിക്കിന്നാസ്. അത് രണ്ടും നമ്മൾ അംഗീകരിച്ചാൽ അടുത്തത് എന്താണ്? ഇലാഹ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാനാണെന്ന്. അപ്പൊ നമ്മളുടെ ഇലാഹ് ആര് മാത്രമാണ്? റബ്ബ് മാത്രമാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളുടെ ഇലാഹ്. ആ ഇലാഹിനോട് എന്താണ് ചോദിക്കേണ്ടത്? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. ഈ ഷർറിൽ നിന്നാണ്. മിൻ ഷർറ്, ഷർറ് തിന്മ, തിന്മയിൽ നിന്ന്. എന്ത് തിന്മ? ദുർബോധനം നടത്തി പിന്മാറിക്കളിയുന്നതിന്റെ തിന്മയിൽ നിന്നും. ദുർബോധനം നടത്തി പിന്മാറിക്കളിയുന്നതിന്റെ തിന്മയിൽ നിന്നും. ഓക്കെ. അപ്പോ പിന്നെ വസ്വാസ് എന്ന് പറഞ്ഞാല് ഈ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാകുന്ന സംഭവത്തിനാണ് ഇത് കണ്ടല്ലോ, വാവും സീനും ഒക്കെ അവിടെ റിപ്പീറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ തവണ ഉണ്ട് അത്, അല്ലേ? ഒന്നിൽ കൂടുതൽ തവണ ഉണ്ട്. വാവ് 2 തവണ ഉണ്ട്, സീന 2 തവണ. വസ്വസ്, അല്ലേ? വസ്വസ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വസ്വാസിന് അങ്ങനെ വന്നത്. വീണ്ടും വീണ്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ. അപ്പൊ ഈ അടുത്ത ആയല് ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കാം. വസ്വാസ് അല്ലദീ യുവസ്വിസ് ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സിൽ ദുർമന്ത്രം നടത്തുന്ന. ഈ വസ്വസ നമ്മൾ നേരത്തെ കണ്ടല്ലോ, യുവസ്വിസു എന്ന് പറഞ്ഞാല് അല്ലദീ യുവസ്വിസു. അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ. അവരെന്ത് ചെയ്യുന്നു? യുവസ്വിസു, അവര് ദുർമന്ത്രം നടത്തുന്നു. എവിടെ? ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. അപ്പൊ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എന്ത് നടത്തുന്ന? ദുർബോധനം നടത്തുന്നവരുടെ തിന്മകളിൽ നിന്നാണ് നമ്മൾ രക്ഷ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, നമ്മളുടെ അല്ലെ നമുക്ക് അറിയാൻ പറ്റാത്ത ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതില് ആരൊക്കെ ഉണ്ട്? മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരും പെട്ട ആളുകളുണ്ട്. ഈ ദുർബോധനം നടത്തുന്നത് ആരാണ്? ജിന്ന് വർഗത്തിൽപ്പെട്ടതുകൊണ്ട് മനുഷ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ സൂറ മൊത്തം നമ്മൾ നോക്കുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിലുള്ളത്. 2 ഭാഗമാണുള്ളത്. ഒന്ന്, രക്ഷ ചോദിക്കുന്നത്. രക്ഷ ചോദിക്കുന്നത് ആരോടാണ് രക്ഷ ചോദിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്, അല്ലെ? റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അല്ലെ? നമ്മളുടെ റബ്ബിനോട്, നമ്മളുടെ മലിക്കിനോട്, നമ്മളുടെ ഇലാഹിനോട് എന്ന് പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് നമ്മൾ എന്ത് ചോദിക്കേണ്ടത്? രക്ഷ ചോദിക്കേണ്ടത്. എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്? അല്ലെ? ഷർറിൽ നിന്നും. വസ്വാസ്, ദുർബോധനം നടത്തുന്നതിന്റെ ഷർറിൽ നിന്നും. ആരിലൊക്കെ പെട്ടത്? ഈ ദുർബോധനം നടത്തുന്നത് ആരൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്? ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുകളും മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളും. ജിന്നിൽപ്പെട്ടയും മനുഷ്യരിൽപ്പെട്ടയും പിശാചുക്കളിൽ നിന്നാണ് നമുക്ക് രക്ഷ ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ആ സൂറയ്ക്ക് 2 ഭാഗമാണുള്ളത്. ഒന്ന്, രക്ഷ ചോദിക്കുന്നത് ആരോടാണ് എന്നുള്ളതും, രണ്ടാമത്തെ ഭാഗത്തില് എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നതും എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കാം. ഇനി നമ്മൾ ഈ ജിന്ന് എന്നുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് കാണാൻ പറ്റൂല, അല്ലെ? നമുക്ക് കാണാൻ പറ്റാത്ത ഈ ജിന്ന എന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട് അതില്. ഓക്കെ. നമുക്ക് ജിന്നിനെ നമുക്ക് കാണാൻ പറ്റൂല. പക്ഷെ അതെന്ത് ചെയ്യും? നമ്മുടെ മനസ്സില് തോന്നിപ്പിക്കുക ചെയ്യുക. അത് പറയൂല. കാരണം അതിനെ നമ്മളോട് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തോന്നൽ നൽകുക ചെയ്യുക. അപ്പൊ എന്തിനൊക്കെയാണ് തോന്നിപ്പിക്കുക? നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക, നമ്മളെ ധാർമ്മിക ബോധം നശിപ്പിക്കുക, നമ്മളുടെ നന്മയിലേക്ക് നമുക്കുള്ള ഒരു വാസന അല്ലെങ്കിൽ ഒരു ബോധമല്ലേ, അത് ഞാൻ നശിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക? നമ്മളെ ദുഷിച്ച ആളുകളിൽ പെടുത്തുക, ദുഷിച്ച പ്രവൃത്തി ചെയ്യുന്ന ആളുകളിലേക്ക് പെടുത്തുക. എന്നിട്ട് നമുക്ക്
അപ്പൊ ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഹലോ ഭൂമിയിലെ ജീവിതം തന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ആൾക്കാർ നമ്മള് ഈ വൃത്തികേട് ചെയ്യുന്ന ആളുകൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ. വൃത്തികേട് ചെയ്യുന്നത് ഈ വൃത്തികേട് ചെയ്യുന്നത് നമ്മൾ ഇരുട്ടത്തിൽ ചെയ്യാനുള്ള കാര്യമാണ്. ഈ വൃത്തികേട് ചെയ്യുന്നവരെ ആർക്കും തൃപ്തിയുണ്ട്, ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ഭൂമിയിലെ ജീവിതം, ഐഹിക ജീവിതം നമുക്ക് നഷ്ടപ്പെട്ട് പരലോക ജീവിതത്തിന്റെ കാര്യം പറയുകയും വേണ്ട അല്ലേ. പരലോക ജീവിതം അല്ലെ, തിന്മ ചെയ്ത് അങ്ങോട്ട് ചെന്ന് പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ആർക്കും ഭൂമിയിൽ തിന്മകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് നമുക്കിവിടെ എന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ തിരിച്ചു പോകും, നമ്മൾ തിരിച്ചു കൊണ്ടുപോകും, പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ജീവിതം എന്തായി, അപകടത്തിലായി. പിന്നെ അതേപോലെ തന്നെ ഈ വേറൊരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളെ കാണാൻ പറ്റൂല. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാണ് ഈ തോന്നലുണ്ടാക്കുക. മനസ്സിന്റെ ഉള്ളില് ഉദാഹരണത്തിന് പിന്നെ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സുബൈക്ക് നമസ്കരിക്കണം നമുക്ക് അല്ലെ. സുബൈ നമസ്കരിക്കാൻ നമസ്കാരം എന്നുള്ളത് സമയബന്ധിതമാണെന്നുള്ളത് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞാണ്. കറക്റ്റ് സമയത്തിന് ചെയ്യണത്, അത് സമയം തെറ്റാൻ പാടില്ല. പക്ഷെ നമ്മൾ എണീക്കാൻ നോക്കുമ്പോൾ നല്ല തണുപ്പാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഉറക്കമുണ്ട്, നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളവിടെ നമ്മളെ കൊണ്ട് എണീപ്പിക്കാതിരിക്കുക. നമ്മളെ മനസ്സിലേക്ക് ദുർബോധനം ഇട്ടിട്ട് നമ്മളെ എണീപ്പിക്കാതിരിക്കുക. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് അതിന് ശക്തിയൊന്നുമില്ല. നമ്മള് അതിനെ പിൻപറ്റിയാലാണ് വീണ്ടും നമ്മളെങ്ങനെ ആക്രമിക്കുക. അല്ലെങ്കിലും വന്നു നോക്കും. നമുക്കിങ്ങനെ ബോധനം ഇട്ട് തരും. നമുക്ക് ഒരു തിന്മ ചെയ്യാൻ നമ്മളെ മനസ്സില് ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു വിചാരം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മളെല്ലാവരും ഉറപ്പിക്കുക എന്ത്, അത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്നുള്ളത്. ഒരു തിന്മ ചെയ്യാൻ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നത് നമുക്ക് അലങ്കാരമായിട്ടും അല്ലെങ്കിൽ തൃപ്തിയായിട്ടും സന്തോഷമായിട്ടും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പിശാചിന്റെ പ്രവൃത്തിയാണ് അല്ലേ. ഒരു നന്മ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലോ അത് നമ്മളെ ഭാഗ്യല്ലേ, അല്ലാഹു തആലയുടെ നമ്മളുടെ മനസ്സിന്റെ നന്മയാണത്. ഇപ്പൊ നമ്മള് സൂറത്തു ശംസ് പറഞ്ഞില്ലേ, മനസ്സിന്റെ ഉള്ളില് നന്മയും തിന്മയും ഇൻകുൽക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇട്ടുകൊണ്ടാണ്, പഠിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു എന്തുണ്ടാക്കിയത്, റൂഹിനുണ്ടാക്കിയത്. റൂഹിനുള്ളില് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ്. അതുകൊണ്ടാണ് നമുക്കൊരു തിന്മ ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത്. തിന്മ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആര് തിന്മ ചെയ്താലും നമുക്കത് തിരിച്ചറിയാൻ പറ്റും. തുടക്കത്തിൽ ഇപ്പൊ 1-2 തവണ ഒക്കെ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും അല്ലേ. മനസ്സിൽ ഒരു തിന്മ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിഷമം, ഒരു കുറ്റബോധം ഉണ്ടാവും. അപ്പൊ അത് ഈ ഒരു അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത കൊണ്ടാണത്. പക്ഷെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ആ തിന്മ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാലോ, നമ്മളാ തിന്മയിൽ ഇങ്ങനെ ആണ്ടുകൊണ്ടിരുന്നാല് പിന്നെ എന്തുണ്ടാവില്ല, നമുക്ക് അതിന് ചെയ്യുന്നതിനില്ലേ നമ്മളെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഈ പിന്നെ റൂഹിലുള്ള അല്ലെങ്കിൽ ആത്മാവിലുള്ള അലാറം അങ്ങ് ഓഫായി പോകും. അലാറം ഓഫായി പോയി പിന്നെ നമുക്ക് എന്തില്ല, നമുക്ക് പിന്നെ തിന്മകള് അലങ്കാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മളെ എന്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും, നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അല്ലേ. അപ്പൊ ജിന്നെന്ന് പറഞ്ഞാല് പിശാചും അല്ലേ, പിശാചും അതിന്റെ ഇബിലീസും അതിന്റെ സന്താനങ്ങളുമാണ് ജിന്ന് വർഗത്തിൽപ്പെട്ടത്. ഇബിലീസും അതിന്റെ സന്താനങ്ങളും. ഇപ്പൊ ഇബിലീസിനെ പറ്റി നമുക്കറിയാം. എന്താണ്, നമ്മള് പിന്നെ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലേ, ആദം അലൈഹിസ്സലാമിനെ ദുർബോധനം നടത്തിയാണ് എന്ത് ചെയ്തത്, ഒരു മരത്തിന്റെ അടുത്തേക്ക് അടുക്കരുത്, അതിനടുത്തേക്ക് അടുക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്ത് കായ പറിച്ച് കഴിച്ച്. അന്ന് മുതൽ, സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലെ, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച. എന്തുകൊണ്ടാണ് ഈ പിശാചിന് ഇത്രയും മനുഷ്യവർഗത്തിനോട് ഉള്ള ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം, ശത്രുത ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാല്, ഈ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു കഴിഞ്ഞ് എല്ലാ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. കൂട്ടത്തിൽ ആരോടും പറഞ്ഞ്, ഇബിലീസിനോടും പറഞ്ഞ്. പക്ഷെ ഇബിലീസ് എന്ത് ചെയ്തില്ല, ധിക്കാരം കാരണം സുജൂദ് ചെയ്തില്ല, അനുസരിച്ചില്ല. ഓക്കെ, അപ്പൊ അനുസരിക്കാത്തത് കാരണം അല്ലാഹു തആല ശപിച്ച്. ഓക്കെ, ഈ അനുസരണക്കേടിൽ പിന്നെ തിരിച്ച് തൗബ ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ അല്ലാഹു തആലയോട് മാപ്പ് പറയാനൊന്നും ഇബ്ലീസ് കൂട്ടച്ചില്ല. അപ്പൊക്കെ അഹങ്കാരത്തില് എന്താ പറഞ്ഞത്, മനുഷ്യരെ മുഴുവനും ഞാൻ അല്ലേ
പിഴപ്പിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും, നരകത്തിലോട്ട് കൊണ്ടുപോകുന്ന പ്രതിജ്ഞ എടുത്ത ആളാണ്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകുന്നത് കുറച്ച് അള്ളാഹു താലായ ശരിയായ രീതിയിൽ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന് രക്ഷ കിട്ടൂ. ബാക്കിയുള്ളവരെല്ലാവരും നമുക്കിപ്പോ നോക്കിയാൽ മനസ്സിലാവില്ലേ. നമ്മളിപ്പോ വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഒന്ന് പാരായണം ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഉറക്കി വരും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നേ കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ നാളാവട്ടെ. അല്ലെങ്കിൽ ചിലർ ഇപ്പൊ എന്താന്ന് വെച്ചാല് ഖുർആൻ എടുക്കലും പാരായണം ചെയ്യലൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ മറിച്ച് ഒരു സിനിമ നമ്മൾ കാണുകയാണെങ്കിലോ നമുക്ക് ഉറപ്പില്ല, അല്ലേ, നാളെ ഇല്ല, ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും, എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് നമ്മൾ കാണുന്നത്. കൂടുതൽ ആൾക്കാർ, എല്ലാവരും നല്ല കേട്ടോ, കൂടുതൽ ആൾക്കാരും വേറെ എന്തെങ്കിലും ഒരു വിനോദ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിലൊക്കെ എന്തുണ്ടാവും, ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെ, നല്ല താല്പര്യം ഉണ്ടാവും, നല്ല ഉഷാറിൽ എന്ത് ചെയ്യും, പങ്കെടുക്കും. പക്ഷെ അല്ലാത്ത പിന്നെ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണെങ്കിലും അങ്ങനത്തരം ചർച്ചകളാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഇതില്ല, ആൾക്കാർക്ക് അത്ര ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാല് അവിടൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ്, ഈ ഇബ്ലീസും കൂട്ടരാണ്, അല്ലെ. പിന്നെ എന്താണ്, മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളുണ്ട്. മനുഷ്യവർഗത്തിലും പിശാച് നമ്മളോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാര്, അല്ലെ, നന്മയിൽ നിന്ന് നമ്മളെ തടയുന്നതെല്ലാം പിശാചുക്കളാണ്. നമ്മൾ വീട്ടിലുള്ള ആൾക്കാരായാലും, അല്ലെ, മക്കളായാലും മാതാപിതാക്കളായാലും സഹോദരങ്ങളായാലും ആരായാലും തിന്മ നമുക്ക് പ്രേരിപ്പിക്കുകയും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മയിൽ നിന്ന് നമ്മളെ തടയുകയും ചെയ്യുന്നതെല്ലാം എന്താണ്, പിശാചുക്കളാണ്, പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ സൂറത്തുൽ നാസിലൂടെ നമ്മൾ അല്ലാഹു തആലയോട് ചോദിക്കുന്നത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട, അല്ലെ, ജിന്നവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കളിൽ നിന്നും അല്ലാഹു തആലയോട് നമ്മൾ രക്ഷ ചോദിക്കുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ മനുഷ്യരാണെങ്കിൽ നമുക്ക് കാണാം, അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും, നമ്മൾ ചോദിക്കുന്നത് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമുണ്ട്. പക്ഷെ ജിന്നിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല, പിശാചിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. ഓക്കെ, അത് അല്ലാഹു തആലയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മള് മനുഷ്യരെന്ന് പറയുന്ന ഒരു ആട്ടിൻപറ്റമാണ്. പിശാജ് എന്നുള്ള ഒരു ചെന്നായയാണ്. ചെന്നായക്ക് അല്ലെ, ഈ ആട്ടിൻപറ്റത്തിന് ഒരു ആട്ടിടനില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു രക്ഷിക്കാൻ ഒരാളില്ലെങ്കിൽ എന്ത് ചെയ്യും, ചെന്നായ മുഴുവനും അല്ലെ എല്ലാ ആടുകളെയും ആക്രമിച്ച് പിടിക്കൂലേ. നേരെ മറിച്ച് ഒരാട്ടിടനുണ്ടെങ്കിലോ അതിനെ രക്ഷിക്കും. അതുപോലെ ഉദാഹരണം കറക്റ്റല്ല, എന്നാലും ഞാനൊരു ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ അല്ലാഹു തആലയുടെ സംരക്ഷണ വലയത്തിൽ നമ്മൾ നിൽക്കുക, എന്നാലേ നമുക്ക് എന്തുണ്ടാവും, പിശാചിൽ നിന്നും രക്ഷ ഉണ്ടാവും. അല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൊക്കെ, നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു ഷർറാണ് പിശാചിന്റെ ഷർറ്. അപ്പൊ നമ്മള് ഇപ്പൊ 3 സൂറ പഠിച്ചു, അല്ലെ. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. അപ്പൊ ഈ 3 സൂറകളും 2 സൂറകള് എന്താണ്, മുഅവ്വിദത്താനി എന്ന് പറഞ്ഞ 2 സൂറകളാണ്. സൂറത്തുൽ ഫലഖ് ആൻഡ് സൂറത്തുൽ നാസ്. ഈ സൂറ നമ്മൾ പഠിക്കുന്നത് മനസ്സിന്റെ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള ഷർറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഈ രക്ഷകളൊക്കെ ചോദിക്കുന്നത് നമ്മൾ ആരോടാണ്, അല്ലാഹു തആലയോടാണ് ചോദിക്കുന്നത്. അല്ലാഹു തആലയെ പരിചയപ്പെടുത്തുന്ന ഒരു സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ ഈ 3 സൂറകളും നമ്മൾ ഒന്നിച്ചാണ് പല അവസരങ്ങളിലും ഒക്കെ, ഉദാഹരണത്തില് നമ്മളെ രാവിലെ ദിക്റില് ചെല്ലുന്ന സമയത്ത്, വൈകുന്നേരം ദിക്റ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ദിക്റ് ചെല്ലുന്നത് വെച്ചാല് നമുക്കൊരു വേറെ ആർക്കും വേണ്ടിയല്ല, അല്ലാഹു തആലക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ. ഈ ഒരു എല്ലാതരം തിന്മകളിൽ നിന്നും, എല്ലാതരം ഷെറിൽ നിന്നും നമ്മൾക്ക് ഒരു കവചമായി, രക്ഷാ കവചമായിട്ട് നമ്മള് ചെയ്യുന്നതാണ് ഈ ദിക്റുകളൊക്കെ. പിന്നെ അതേപോലെ തന്നെ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു തവണ, മഗ്രിബ് നമസ്കാരത്തിനും സുബഹി നമസ്കാരത്തിന് ശേഷം 3 തവണ ഈ 3 സൂറകളും പാരായണം ചെയ്യല് പ്രബലമായ സുന്നത്താണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ രോഗം വന്നാല് 3 സൂറകള്
പാരായണം ചെയ്ത് കയ്യിലൂതിയിട്ട് മേലെ ഒക്കെ എന്താണ് തടവിയതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? സൂറത്തുൻ നാസ്. കാരണം ഇന്ന് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മാനസിക പ്രയാസമാണ് അല്ലേ. മനസ്സിന് ശാന്തിയില്ല, സമാധാനമില്ല. എന്തുണ്ടായാലും പണം കൊണ്ട് നമുക്കത് നേടാൻ പറ്റൂല. നമുക്കെല്ലാവർക്കും തെളിഞ്ഞ പണം കൊണ്ട് കിട്ടുന്ന മനഃശാന്തി എന്നുള്ളത് പണത്തിലൂടെ കിട്ടുന്നതല്ല. എന്തിലൂടെയാണേ മനസ്സിന് ശാന്തി കിട്ടുള്ളൂ? ഈ സൂറത്തുൻ നാസിലൂടെ നമുക്ക് കിട്ടും. തന്നെയുമല്ല, വിശുദ്ധ ഖുർആനിലേക്കും വിശുദ്ധ ഖുർആന്റെ അധ്യാപനത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്ക് നമ്മൾ മുഴുകിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിന് ശാന്തി ഉറപ്പാണ്. ഒരു സംശയവുമില്ല. മനസ്സിന് ശാന്തി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആർക്ക് വേണമെങ്കിലും നോക്കാം. അല്ലാഹു തആലയുടെ അധ്യാപനമാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. നമ്മളെ സൃഷ്ടിച്ച റബ്ബിനറിയാം നമ്മളുടെ സമാധാനം എവിടെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ നന്മ ഏതാണെന്ന് അള്ളാഹുവിനറിയാം. അപ്പൊ അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് എന്ത് പഠിപ്പിച്ചു തന്നോ അതെല്ലാം നന്മയാണ്, എന്ത് വിരോധിച്ചോ അതെല്ലാം തിന്മയാണ്. അപ്പൊ ആ വിരോധിച്ച തിന്മകളിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുക, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓരോ ആൾക്കും അവനവന് കഴിയുന്നത് ചെയ്താൽ മതി. അപ്പൊ ഈ സൂറത്തുൽ നാസിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത നമുക്ക് മനസ്സിലായില്ലേ? സൂറത്തുൽ നാസിലൂടെ നമുക്കൊരു മനസ്സിനൊരു ശാന്തി കിട്ടും, പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവും. അതേപോലെ തന്നെ കണ്ണീറിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന സൂറയാണ് സൂറത്തുൽ നാസ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഉള്ളിലുള്ള ഭയം, ഉത്കണ്ഠ, മനസ്സമ്മർദ്ദം, ഇതൊക്കെ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുകളാണ്. ഈ മനസ്സിന് നമുക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശരീരവും അപകടത്തിലാവും അല്ലേ. മനസ്സിന് സമാധാനവും ശാന്തിയും ഇല്ലെങ്കിൽ നമ്മൾ രോഗികളായി പോകും. അപ്പൊ നമുക്കത് എല്ലാ തരം തിന്മകളിൽ നിന്നും മനസ്സിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സൂറത്തുൽ നാസിനെ പതിവാക്കുക. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തന്നതാണ് എന്ത്? ഇതൊരു ദുആയാണ്. നമ്മൾ പഠിച്ചല്ലോ, ദുആയാണ്. ഈ ദുആ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെല്ലുക. അപ്പൊ നമ്മള് പഠിച്ച് ഒന്നും കൂടി ഞാൻ പറയാം. രണ്ട് ഭാഗമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ്. 2 ഭാഗമാണ്. ഒന്നെന്താണ്? രക്ഷ ചോദിക്കണം എന്നുള്ളത് ആണ്. രക്ഷ ചോദിക്കലാണ് സൂറത്തിന്റെ ആകെ കൂടിയുള്ള ഒരു തീം എന്ന് പറയുന്നത്. രക്ഷ ചോദിക്കലാണ്. അപ്പൊ രക്ഷ ചോദിക്കുന്നത് ആരോട് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ആരോടാണ് രക്ഷ ചോദിക്കേണ്ടത്? അപ്പൊ റബ്ബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അല്ലാഹു തആലയോടാണ് നമ്മൾ രക്ഷ ചോദിക്കേണ്ടത്. എന്തിൽ നിന്നാണ് രക്ഷ ചോദിക്കുന്നത്? മനുഷ്യരിലും ജിന്നിലും പെട്ട പിശാചുക്കളുടെ ദുർബോധനത്തിൽ നിന്ന്, നമ്മളെ മനസ്സിലുണ്ടാക്കുന്ന ദുർബോധനത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രക്ഷ ചോദിക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിന്റെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ആയയില് അന്നാസിലെ അന്നാസ് എന്നുള്ളിടത്തില് നൂനിന് ശ്രദ്ധയുണ്ട്. ശ്രദ്ധയുള്ള നൂന് എന്ന് പറഞ്ഞാല് 2 കൗണ്ട് മണിച്ചിട്ടാണ് പാരായണം ചെയ്യേണ്ടത്. മണിച്ചിട്ട് പാരായണം ചെയ്യാം. മലിക്കിന്നാസ് ഇവിടെയുണ്ട്. നൂനിന് ശ്രദ്ധ ഈ ഒരു ആയലുണ്ട്. അപ്പൊ നൂനിന് എന്ത് ചെയ്യാം? 2 കൗണ്ട് മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യാം. മലിക്കിന്നാസ് ഇവിടെയുണ്ട്. ഇലാഹിന്നാസ് മീൻ ശർരി. ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മള് നേരത്തെ പഠിച്ച സൂറകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സാക്കിനായ നൂനിനോ സാക്കിനായ നൂൻ 2 തരത്തില് വിശുദ്ധ ഖുർആനിൽ വരും. ഒന്ന് ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ആർക്കത്തില്ലാതെ നൂനിന്റെ സുക്കൂന്റെ ചിഹ്നം ഇല്ലാത്തതാണ് വന്നത്. പിന്നെ എന്ത് വരും? സുക്കൂന്റെ ചിഹ്നത്തോടെ വരും. സുക്കൂന്റെ ചിഹ്നം എന്ന് പറഞ്ഞാല് 0 ഹായുടെ തലയാണ്. നിങ്ങള് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
ഇങ്ങനെ 2 രീതിയിൽ വരും. ഇത് 2 കേസിലും തജ്വീദിന്റെ നിയമം നിർബന്ധമായിട്ടുണ്ടാവും. പിന്നെ എന്ത് വരും? തൻവീന്, ഫതഹ തൻവീന്, കെസ്റ തൻവീന്, ളമ്മ തൻവീന്. ഇത് ഈ 3 തൻവീനുകൾ വന്നാലും നൂൻ സുക്കൂൻ വന്നാലും തജ്വീദിന്റെ നിയമം ഉറപ്പാണ്. സെയിം നിയമമാണ്, രണ്ടിനും ഒരേപോലത്തെ നിയമമാണ്. നിയമം കണക്കാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ശേഷം വരുന്ന അക്ഷരം നോക്കിയിട്ടാണ്. നൂനിന് ശേഷം വരുന്ന അക്ഷരം, തൻവീന് ശേഷം വരുന്ന അക്ഷരം. അപ്പൊ ഇവിടെ നൂനിന് ശേഷം വന്നിരിക്കുന്നത് ഷീനാണ്, ഷീൻ. ഓക്കെ, അപ്പൊ സാക്കിന നൂനിനോ തൻവീനിനോ ശേഷം ഷീന് വന്നു കഴിഞ്ഞാൽ അവിടെ നിയമം ഇഖ്ഫ എന്ന് പറയും. ഇഖ്ഫ, മറച്ച് വെച്ച് മണിക്കുക. നൂനിന്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ നൂനിനെ മറച്ച് വെച്ചിട്ട് മണിക്കുക. അപ്പൊ നമ്മൾ മണിക്കുമ്പോ നാവ് എവിടെയും തൊടരുത്. തൊട്ട് കഴിഞ്ഞാൽ ആ നൂനിന്റെ സൗണ്ട് പുറത്തേക്ക് വരും. അപ്പൊ നൂനിന്റെ സൗണ്ട് പുറത്ത് വരാൻ പാടില്ല. മീൻ ഷർരി, മീൻ ഷർരി. ഓക്കെ, ഇനി ഇവിടെ ഈ റാ ലൈറ്റ് റായാണ്, റാ കെസ്റയാണ്. കെസ്റയുള്ള റാ ലൈറ്റ് ആണ്. 2 എണ്ണം ഉണ്ട്. ഒന്ന് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സുക്കൂൻ പ്ലസ് കെസ്റ. ഇവിടെ കെസ്റയുള്ള റാ എന്ന് പറഞ്ഞാല് റാ സുക്കൂൻ പ്ലസ് റാ കെസ്റ. അപ്പൊ ഷർറി, ഷർറി, മീൻ ഷർറി, മീൻ ഷർറിൽ, ഷർറിൽ വസ്, വസ്വാസ്, വസ്. എല്ലാ അക്ഷരങ്ങളും കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യണം. നമ്മൾ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ എന്താ വെച്ചാൽ ഒരു അർക്കത്തിന് 10 പ്രതിഫലം, ഒരു അർക്കത്തിന് 10 പ്രതിഫലം. അപ്പൊ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യണം. ഓക്കെ, മീൻ ഷർറിൽ വസ്വാസിൽ, വസ്വാസിൽ ഖന്നാസ്. ഹ എന്നുള്ളത് കുറച്ച് ഭാരമുള്ളൊരു ലെറ്ററാണ്. ഭാരമുള്ള ലെറ്ററാണ് ഹോ. ഖന്നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. ഓക്കെ, അല്ലദീ, അല്ലദീ എന്ന് പറഞ്ഞാല് പിന്നെ മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് പറഞ്ഞില്ലേ, അതിനോട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലദീ, യാതൊരു. അല്ലദീ, യാതൊരുവൻ. എന്താ ചെയ്യുക? യുവസ്വിസു, യുവസ്വിസു. ഇവിടെ ഇതില് നിയമങ്ങളില്ല. ഫീ സുദൂരിന്നാസ്, സുദൂരി, സുദൂരി. ഇവിടെ എന്തുണ്ട്? അന്നാസ്. ഇവിടെ ശബ്ദമുണ്ട്, നൂനിനെ മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ഫീ സുദൂരിന്നാസ്. ഇനി അടുത്തത് മിനൽ ജിന്നത്തി. അവിടെയും ശബ്ദമുണ്ട്, നൂനിന് ശബ്ദമുണ്ട്, മണിക്കുക. മിനൽ ജിന്നത്തി വന്നാസ്. അപ്പൊ ഈ നാസ് എന്നുള്ളിടത്തില് എല്ലാം എന്തുണ്ട്? നൂനിന് ശബ്ദമുണ്ട്. എല്ലായിടത്തും മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ഇനി ചെറിയ രീതിയിൽ ഉള്ളൊരു ഗ്രാമറിന്റെ കാര്യം, സിമ്പിളായിട്ടുള്ള കാര്യം പറയാം നമുക്ക്. ഉലൗദു ബി. ഇവിടെ ഒരു ബി ഇല്ലേ? ബി ഉള്ളത് കൊണ്ടാണ് റബ്ബി, റബ്ബി അല്ലേ, അല്ലെങ്കിൽ റബ്ബു എന്നാണ്. ബൈ ബർത്ത് അതിനെ പറയാം. എല്ലാ ഇസ്മുകളും എല്ലാ നാമങ്ങളും ബർത്തില് എന്താണ്? ലമ്മയാണ് ഉണ്ടാകുക, ബു ആണുള്ളത്. അത് ബി ആയത് എന്താണ്? ബി ആയതിന്റെ കാരണം റബ്ബി ആയതിന്റെ കെസ്റല്ലേ, റബ്ബി എന്നുള്ളതിന് കെസ്റ വരാൻ കാരണം ബി ആയതുകൊണ്ടാണ്. ബി തൊട്ട് മുന്നിലുള്ളതിനുകൊണ്ടാണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ഹർഫ് ജർ എന്ന് അറിയാം. അതിന് ഹർഫ് ജറാണ്, അതുകൊണ്ടാണ് എന്ത് വന്നത്? അതിന് കെസ്റ വന്നത്. ബിറബ്ബി, ബിറബ്ബിന്നാസ്. ഓക്കെ, റബ്ബിന്നാസ്, മലിക്കിന്നാസ്. അതിനോട്ട് കണക്ഷൻ ഉള്ളതിനോണ്ടാണ് മലിക്കി, മലിക്കി. ബിറബ്ബിന്നാസ് അതിനോട്ട് കണക്ട് ചെയ്താണ് ഇത് മലിക്കിന്നാസ്. അതുകൊണ്ടാണ് ഇതിനൊക്കെ കെസ്റ വന്നത്. ഇലാഹിന്നാസ് ഇവിടെയും കെസ്റയാണ്. അതൊക്കെ അതിലേക്ക് കണക്ഷൻ ഉള്ളതാണ്. ഇനി ഇവിടെ മിന്നില്ലേ, മിന്നും കെസ്റ കൊടുക്കുന്നതാണ്. മിന്നുള്ളത് കൊണ്ടാണ് ഷെറിക്ക് കെസ്റ വന്നത്. ഒറാക്ക് കെസ്റ വന്നത് എന്താണ്? മിന്നുള്ളത് കൊണ്ട്. മിൻ ഷെറി, മിൻ ഷെറിൽ വസ്വാസി.
അൽ ഖന്നാസി, അതൊക്കെ വരാനുള്ള കാരണം ആ മിന്നാണ്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു. ഇവിടെ ഫീയും എന്താണ്? ഹർഫ് ജറാണ്. ഫീ കഴിഞ്ഞാലുള്ളത് സുദൂരിക്ക് കെസ്റ വന്നത് ഫീ ഉള്ളത് കൊണ്ടാണ്. സുദൂരി നാസി, സുദൂരി നാസി. മിനൽ ജിന്ന, ഇവിടെ മിന്നുള്ളത് കൊണ്ടാണ് ജിന്ന, ജിന്നത്തി, അന്നാസി. അതിനൊക്കെ കെസ്റ വന്നത് മീനുള്ളത് കൊണ്ടാണ്. മീന, മിനൽ ജിന്നത്തി വന്നാസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മള് സൂറത്തു നാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നതാണ് നമ്മളുടെ മനസ്സിനുണ്ടാവുന്ന പ്രയാസങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഒരു സൂറ പാരായണം ചെയ്യണമെന്ന് അല്ലാഹു തആലയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സമാധാനം കിട്ടണോ നമ്മളതനുസരിക്കുക. അതനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും. നമുക്ക് പരീക്ഷിക്കാൻ ചെയ്യാലോ അല്ലേ? നമുക്ക് മനസ്സമാധാനം കിട്ടും. നമ്മള് പിന്നെ സംശയത്തിന്റെ പേരിൽ ആരും പാരായണം ചെയ്യാൻ പാടില്ല. ഉറപ്പിച്ച് വിശ്വസിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പൊ അല്ലാഹു തആല അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും അതുപോലെ അതിനനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.